ഒരു മരത്തിൻ്റെ ഒരു ചെറിയ ബിൽഡിങ്ങിൽ തുടങ്ങിയിട്ടുള്ള ആമസോൺ എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്നെത്തി നിൽക്കുന്ന ഒരു ഉയരം എന്ന് പറയുന്ന പല ആളുകൾക്കും സങ്കല്പിച്ച് നോക്കാൻ പോലും സാധിക്കാത്ത ഒന്നാണ്. ഒരു ചെറിയൊരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ചെറിയൊരു മര ബിൽഡിങ്ങിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങളുമായിട്ട് ബിസിനസിൻ്റെ ലോകത്തിലേക്കാണ് ജെഫ് ബസോസ് എത്തിയിട്ടുള്ളത്. അപ്പം ഈ ബോസിൻ്റെ രീതികളും ഇയാളുടെ തന്ത്രങ്ങളും ഒക്കെ പറയുന്നത് വളരെയധികം ആളുകളുടെ ശ്രദ്ധയും അല്ലെങ്കിൽ ആളുകളുടെയൊക്കെ ഒരു അറ്റൻഷനും നേടിയെടുക്കുന്ന ഒന്ന് തന്നെയാണ്. ഒരു വലിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്നും അല്ല ഇവർ വന്നിട്ടുള്ളതെങ്കിൽ പോലും വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആണ് ലോകത്തിന്റെ ബിസിനസിന്റെ ഒരു രേഖയിൽ ആമസോൺ കുറിച്ചു വെച്ചിട്ടുള്ളതും. ഇവരുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജെഫിന്റെ ഏറ്റവും വലിയൊരു തന്ത്രമായിട്ടോ അല്ലെങ്കിൽ അയാളുടെ ബ്രില്യൻസ് ആയിട്ടോ ഒക്കെ പറയുന്നത് ഇദ്ദേഹം മീറ്റിങ്ങുകളിൽ ഒഴിച്ചിടുന്ന ആളില്ലാത്ത ഒരു കസേരയാണ്. ആളില്ലാത്ത ഒരു കസേര എന്ന് പറയുമ്പോൾ ചിലപ്പെങ്കിൽ ആദ്യ ആളുകളുടെ മനസ്സിൽ ഓടി വരുന്നത് ഇയാളില്ലാത്ത സമയത്ത് അയാളുടെ സ്ഥാനത്ത് ഒരു കസേര ഒഴിച്ചിടുന്നു എന്നൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം ഒരു കസേര അദ്ദേഹത്തിന്റെ മീറ്റിങ്ങുകളിൽ ഒഴിച്ചിടും. ആ കസേര ആരുടേതാണെന്ന് അറിയാമോ? അത് പ്രമുഖരായിട്ടുള്ള ആമസോണിന്റെ സിഇഒമാരുടെയോ അല്ലെങ്കിൽ മാനേജർമാർക്കൊന്നും വേണ്ടിയല്ല ആ കസേര ഒഴിച്ചിടുന്നത്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പിതാക്കന്മാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിതാമഹന്മാർക്ക് വേണ്ടിയിട്ടോ അല്ലെ കസേര ഒഴിച്ചിടുന്നത്. ആ കസേര ഒഴിച്ചിടുന്നത് ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് അദ്ദേഹത്തിന്റെ സേവനങ്ങളുടെ റിസൾട്ട് അല്ലെങ്കിൽ അദ്ദേഹങ്ങളുടെ സേവനങ്ങളുടെ ലാഭം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലാഭം ഉണ്ടാക്കി കൊടുക്കും എന്ന് വിചാരിക്കുന്ന ഉപഭോക്താക്കൾക്ക് വേണ്ടിയാണ് ആ ഒരു സീറ്റ് അയാൾ ഒഴിച്ചിടാറ്. അതായത് ഇപ്പം ഒരു ഗ്രൂപ്പിലിരുന്നാണ് ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നത്. ആ ഗ്രൂപ്പിലുള്ള കുറച്ച് പേരാണ് കേൾക്കുക. പക്ഷെ ഒരു ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ഒക്കെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നതെങ്കിൽ ആ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് എല്ലാം അതെത്തും. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് കാര്യമാണെങ്കിൽ എങ്ങനെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിലേക്ക് ആളുകളിലേക്ക് എത്തുമോ അതേപോലെ തന്നെ പോസിറ്റീവായിട്ടാണ് പറയുന്നതെങ്കിൽ അതും ആളുകളിലേക്ക് എത്തും. ആ ഒരു ടെക്നിക്ക്, അതായത് പറഞ്ഞ് ആളുകളെ കൂടുതൽ അറിയിക്കുക അല്ലെങ്കിൽ ടെക്നോളജിയിലൂടെ ആളുകളിലേക്ക് കൂടുതൽ എത്തുക ബിസിനസ് എന്നതാണ് ഇവരുടെ ഒരു സൈക്കോളജി ആയിട്ട് ഇങ്ങനെ വർദ്ധിക്കുന്നത്. ഇതിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല സാധനം കൊടുക്കുക എന്നൊരു ആശയം കൂടിയാണ്. അപ്പൊ അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കമന്റ് ഇടുക അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ പറയുകയോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ പറയുന്നെങ്കിൽ നല്ലതിലൂടെ ആളുകളിലേക്ക് എത്തുകയും ഇപ്പൊ മോശം റിവ്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ മോശമായിട്ട് തന്നെ ആളുകളിലേക്ക് എത്തുകയും ചെയ്യും. അപ്പം ആ ഒരു രീതിയിൽ ആളുകൾക്ക് കൂടുതൽ ഒന്ന് കമ്പയർ ചെയ്ത് അവരുടെ ഒരു സൊല്യൂഷനിലേക്ക് എത്താനുള്ള ഒരു അവസരം കൂടി കൊടുക്കുക എന്നതും ഇതിന്റെ പുറകിലുള്ള ഒരു കാര്യമാണ്.